ഇപ്പോൾ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ഉദാഹരണമായിട്ട് കാണാറോ, എൻ്റെ അളിയനെയും എൻ്റെ പെങ്ങളെയും ഇപ്പം ഉണ്ട്. പക്ഷെ ഈ അളിയനും പെങ്ങളെയും എനിക്ക് ഒരു ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ അളിയാക്ക. കാരണം എന്താ വെച്ചാൽ ഞാൻ പലവട്ടം ശ്രദ്ധിച്ച കാര്യം, അപ്പോൾ അളിയനും ടീച്ചറാണ് പെങ്ങളും ടീച്ചറാണ്, രണ്ടാളും ഒരു സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളെ പഞ്ചായത്തിൽ തന്നെ. അപ്പോൾ ഓരോ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പെങ്ങൾക്ക് ഒരു അതിശക്തമായ എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഒരു പനി പനിച്ചാൽ വരെ അളിയൻ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് കരയണേ കണ്ടിക്കണേ. അതായത് ഭയങ്കര ഒരു ആത്മബന്ധമാണ്. അപ്പം ഞാൻ ഉമ്മാനോട് പറയും ചെയ്യും, ഇങ്ങനെയൊന്നും ആവാനും പാടില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഉമ്മാനോട് പറയലുണ്ട്, അതായത് അത് ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പം എൻ്റെ വൈഫിനോടും പറയലുണ്ട്, അത് ഒരു ഭയങ്കര ഒരു റിലേഷനാണത്. പലപ്പോഴും പലരെ റിഗ്രറ്റ് എന്ന് പറയും. ഇപ്പം ഇതാ ചില പാരൻസ് എല്ലാം കൊടുക്കുന്നതിന്റെ ഓൾക്ക് അധികം ടൈം, ക്വാളിറ്റി ടൈം ഈ മക്കളൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ മക്കൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ഓൾക്ക് ഓൾറെഡി ഗിൽട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും, അനുവദിച്ച് അങ്ങനെ വിടും. അത് ഭയങ്കര പാരന്റിങ്ങിലും ശ്രദ്ധിക്കണം. കുട്ടികളുടെ ക്യാരക്ടറിലേ അപ്ബ്രിങ്ങിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാധനം. അതേപോലെ പേരൻസിനോട് പറയാനുള്ള വേറൊരു സാധനം അതാണ്, ഈ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിൽ നിന്നും കഴിയുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം എബിലിറ്റീസ് നിങ്ങളെ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്യൂഷന് വിടരുത്. അതായത് ഒരു 8ാം ക്ലാസ് വരെയെങ്കിലും ആ കുട്ടി ഒന്ന് കളിച്ചോട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, രാവിലെ മദ്രസ്, അത് കഴിഞ്ഞാൽ സ്കൂള്. എല്ലാവരും ചിന്തിക്കണം, ഈ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കണം. രാവിലെ മദ്രസ്, അത് കഴിഞ്ഞാൽ സ്കൂള് വിട്ട് വന്നാൽ ട്യൂഷന്, അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ രാത്രി. അതിന് ചിലപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെ വക വേറെ പഠിപ്പിക്കലുണ്ടാവും രാത്രി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. അതിനുശേഷം ഈ കുട്ടി ഉറങ്ങാൻ പോവാണ്. പിറ്റേന്ന് രാവിലെ നേരം എടുത്തു മദ്രസ്, സ്കൂള്, കാര്യങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആ കുട്ടീൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഗെയിം ഒരു ചെറുപ്പത്തിലെങ്കിലും അതൊന്ന് ശീലാക്കി കഴിഞ്ഞാൽ ആ കുട്ടി അത് തുടർന്ന് പോയിക്കോളും. അപ്പോൾ ഒരു 8ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ വേണ്ട ഒരു 9ാം ക്ലാസ് വരെയെങ്കിലും ഈ ട്യൂഷൻ എന്നുള്ളത് ആവശ്യമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇപ്പോൾ കൊടുക്കുകയാണ്. അതായത് ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ അതിന്റെ മേലെ നിൽക്കുന്ന കുട്ടീനെ വരെ പിന്നെ A+ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂഷൻ പറഞ്ഞേക്കുന്നത്. ഡോക്ടറാക്കാനുള്ള പരിപാടി അതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് വേണം. പക്ഷെ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പരാജയമായിരിക്കും. ഇപ്പൊ സ്കൂൾ പുറത്ത് അതേ ടീച്ചർ തന്നെ ആയിരിക്കും ട്യൂഷൻ സെന്റർ പുറത്ത് നടത്തുന്നുണ്ടാവുക. എന്നിട്ട് ഇതിനെക്കാട്ടി നന്നായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ടാവും. ഇന്നത്തെ കാലത്ത് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ വലിയ വലിയ കമ്പനീസ് ഹയർ ചെയ്തിട്ട് ഓല് ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ തന്നെ പറഞ്ഞെന്താ, ഞാൻ നോക്കലെന്താ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ വെറുതെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹെക്ടിക് ആയിട്ട് സ്കൂളിൽ അങ്ങനെ എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സ് തന്നെ പറയുന്ന കംപ്ലൈൻറ്റ്. ഇപ്പോൾ ടീച്ചേഴ്സൊന്നും കുട്ടികളൊന്നും ശ്രദ്ധിക്കണില്ല, ഓൾക്ക് ഓൺലൈൻ ക്ലാസ് മതി എന്നാ പറയുന്നത്. അതായത് അതിൽ വരുന്നൊരു അപകടം ഉണ്ട്. കുട്ടികൾക്ക് അവിടെ വേറൊരു സംവിധാനം ഉണ്ട് നിൽക്കെ കുട്ടികൾ സ്കൂളിനെ ഇതാക്കി കാണുന്ന ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മൾ ഈ അടുത്ത് അധ്യാപകരുടെ പറഞ്ഞേ. അല്ല, അത് ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, ക്വാളിറ്റി ഇവിടെ ഉണ്ടോ അത് ആളുകൾ തേടിപ്പോവും. ഒന്നാമത്തെ കാര്യം. അപ്പൊ നമുക്ക് സ്കൂൾ സിസ്റ്റം മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം. ഞാൻ പറഞ്ഞാൽ ചർച്ച ചെയ്യാനല്ലാതെ അല്ല ഇത് ശരിക്കും ഇപ്പം ബാസിൽ പറഞ്ഞ പോയിന്റിനോട് നമ്മൾ ജാക്കൻ്റെ എന്താ പറഞ്ഞാല്, ഈ പറയുന്ന ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ കുട്ടികൾ അങ്ങോട്ട് മൂടരാകും. ഇവരാകെ ഒന്ന് കളിക്കുന്നില്ല, ഒരു ഹോബി ഇല്ല. ഈ ഹോബി ഇല്ലാത്ത കുട്ടികൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫോൺ കൊടുക്കുന്ന അവസ്ഥ ചെറിയ പ്രായത്തിൽ. ഈ ഫോണുകളാണ് കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ നാശാക്കുന്നത്. ഇത് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഡോപ്പമിൻ ഉണ്ട്. ഈ റീൽസ് ആവട്ടെ, ഇതാവട്ടെ, ഗെയിംസ് ആവട്ടെ, ഇതൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു മനസ്സുഖമുണ്ട്. ഈ ഡോപ്പമിനെ കിട്ടി ശീലമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുന്ന പറഞ്ഞാൽ പിന്നെ ഇതിലൊന്നും കിട്ടാതാവും. അപ്പോൾ നമ്മൾ കുട്ടികൾ മറ്റ് വഴികൾ തേടുന്ന അവസ്ഥ വരുന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു ഫാക്ടർ നമ്മൾ കാണുന്നത് വേണം. അഡിക്ഷൻ വരാനുള്ള കാരണം ഈ പറഞ്ഞ ഡോപ്പമൈനാണ്. കാരണം അതൊരു പ്ലഷർ കൊടുക്കുകയാണ് ഏതൊരാളുള്ളിൽ. ഇപ്പം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ, ഇപ്പൊ ഡ്രഗ്സിന്റെ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പല ടൈപ്പ് ഡ്രഗ്സ് ആണ്. നാച്ചുറൽ ഡ്രഗ്സ്, സിന്തറ്റിക്, സെമി സിന്തറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി, പല ടൈപ്പാണ്. അപ്പോൾ ഈ ഡോപ്പമൈൻ്റെ ഉൽപാദനമാണ് അവിടെ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ഒരു പ്ലഷർ ഇവർക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ വീണ്ടും അതിങ്ങനെ കിട്ടാൻ വേണ്ടി അതുപോലും കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യണല്ലേ ഇന്നിതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഡാമേജും കാര്യം എനിക്കൊണ്ട് എന്താ പറയുക, കുട്ടികളെ എൻഗേജ് ചെയ്യിച്ചാൽ മതി ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ, കളികളിൽ, പിന്നെ പഠനത്തില്, അക്കാഡമിക്സ്, ഏതെങ്കിലും ഒരു ഗെയിമിൽ എൻഗേജ് ചെയ്യിപ്പിക്കണ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് ഞാൻ പറയും. ഏതെങ്കിലും ഒരു ഗെയിം ഒരു കുട്ടിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക, കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് ഇൻട്രസ്റ്റ് കണ്ടെത്തി അതിൽ എൻഗേജ് ചെയ്യിച്ചാൽ കുറെ പ്രശ്നങ്ങൾ തീരും. അങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോ എന്തല്ല എൻ്റെ അടുത്ത കുട്ടികൾക്ക് വേണ്ടത് പ്ലഷറാണ്. ഒന്നാമത് ഇപ്പോഴത്തെ പറഞ്ഞല്ലോ, ബാസിൽ പറഞ്ഞ പോലെ ഒരു ഫാമിലി സിസ്റ്റം എന്നുള്ളത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ ഫാമിലീസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലീസ്
ഒരു 10-20 കൊല്ലം മുന്നേ നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മുടെ വാപ്പായോട് സംസാരിക്കുന്നതും നമുക്കറിയാം ആ ഒരു ബഹുമാനം എന്നുള്ളത് ഇപ്പോൾ ഫാമിലികളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിൻ്റെ ഭാര്യയോടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ട പെരുമാറ്റങ്ങൾ ഭയങ്കരമായ വ്യത്യാസങ്ങൾ ഇത് കുട്ടികൾ കാണുന്നു. നമ്മൾ കാണാത്തൊരു പാരൻറ്റിങ് ആണ് ഇപ്പോൾ പാരൻസിനാണ്. രണ്ടുപേരും വർക്കിന് പോകുമ്പോൾ മക്കൾക്ക് വേണ്ടി സമയം കാണാൻ പറ്റുന്നില്ല. അവർ പ്ലഷർ, അവർ കുറച്ച് കൺസിഡറേഷൻ എവിടെ നിന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ട ഒരു മനസ്സ് വരെ ഷൂസ് ഇടാൻ പോയ കഥ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ടൈറ്റിലെ ഷൂസിന് ആ കുറച്ചൊരു മനസ്സമാധാനം കിട്ടുക, ആ മനസ്സുഖത്തിനാണ് എന്ത് ചെയ്യണത്. ഇതിലുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടെ, നമ്മളെ കുട്ടികളോട് ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കണം, സ്വയം ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. നമ്മളെ കുട്ടികളോട് അച്ഛനും അമ്മക്കും ജോലി ഉണ്ടാവും, രണ്ടാളും ജോലി തിരക്കേക്കാം, ചിലപ്പോൾ രണ്ടാളും ഡോക്ടർമാരൊക്കെ കയറാം, ഭയങ്കരമായിട്ട് കോടികൾ സമ്പാദിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെ കുട്ടികളോട് നമുക്ക് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ ഇതിന് സമയമോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടീം എവിടെ ഉണ്ട്, നമ്മളെ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, രക്ഷിതാക്കളൊന്നും ഇതൊക്കെ കേൾക്കുമ്പോഴേ ആൾക്കാർ കരുതൽ എന്താ അറിയോ, അവരെ വീട്ടിൽ അങ്ങനെയാണ്, ഇവരെ വീട്ടിൽ എന്താണ് എന്റെ കാര്യം ചിന്തിക്കല്ല ആൾക്കാർ. അവരൊക്കെ ചിന്തിക്കില്ല എന്റെ മക്കളതല്ല, അവരെ വീട്ടിൽ അത് നമ്മളൊരു പൊതു സ്വഭാവം അല്ലേ, നമ്മളെ തൊട്ട അയലോക്കത്ത് എന്താണല്ലോ നോക്കാനുള്ളൊരു നമ്മളുടെ നമുക്ക് അപ്പോൾ പോലും മനസ്സിലാവില്ല ഇത് എന്റെ കുട്ടിക്ക് എഫക്റ്റ് ആവുന്ന സാധനം എന്നുള്ളത്. പൊതുവേ പാരന്റ്സ് എന്ത് ചെയ്യുക, അവനാന്റെ വീട്ടിൽ വരുമ്പോഴതൊക്കെ അവനാന് ചിന്തിച്ചു തുടങ്ങുള്ളൂ. അതുവരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ, ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. എന്ത് ലഹരി, ഇപ്പൊ ലഹരി ഇത്രയും പ്രശ്നമായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്റെ വീട്ടിൽ ഇതില്ലല്ലോ. ഈ തലമുറ കഴിഞ്ഞിട്ടൊരു തലമുറയൊക്കെ അവിടെ വരാണ്ട്. അത് ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യണം, ചിന്തിക്കണം. പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഈ കളിയിടങ്ങളൊക്കെ ഇല്ലാതെ, ഗ്രൗണ്ടുകളില്ലാതെയായി. അപ്പോൾ അതൊക്കെ നാട്ടിലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് കുട്ടികളൊക്കെ ആ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇപ്പൊ ഇന്നിപ്പോൾ സുപ്രീം കോടതിന്റെ ഒരു ഹൈക്കോടതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ. അതായത് ഞാൻ വായിച്ചു തരാം. വടിയുമായി ബന്ധപ്പെട്ടില്ല. അതായത് ഇപ്പൊ ഈ നമ്മുടെ ഈ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു പൊതുവികാരമുണ്ട്. അതായത് അധ്യാപകർക്ക് എന്ത് തിരിച്ചു കൊടുക്കാന്, വടി തിരിച്ചു കൊടുക്കും അല്ലെ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അതിന്റെ രണ്ട് വശം പറയുന്ന ആളുകളുണ്ട്, രണ്ട് ഒപ്പീനിയൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മൂന്നാക്കും തന്നെ അതിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവും അല്ലെ. ഈ വടി വേണമെന്ന് പറയുന്നവരുണ്ടാവും, വേണ്ട. അത് എങ്ങനെ. അപ്പൊ എന്റെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ, ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു വന്ന സാധനങ്ങളാണ് അത്. അതായത് ആദ്യം തന്നെ പോയിട്ട് കുട്ടിയെ തല്ലി കൊല്ലണം എന്നല്ല പറയുന്നത്, തല്ലി കൊല്ലാനും പാടില്ല. അതായത് വേണ്ട രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ശിക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ കുട്ടിയെ ശിക്ഷിക്കണം. ഈ അടുത്ത് നമ്മൾ പാലക്കാടുള്ള ഒരു കുട്ടി പ്രിൻസിപ്പലിനോട് പറയുന്ന വീഡിയോ നമ്മൾ കണ്ട്, സാറേ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാണ്, നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾ എന്ത് ചെയ്യും ശരിയാക്കും എന്നുള്ളത്. അത് കുട്ടികൾക്ക് ഓരോ അവകാശങ്ങളെ കുറിച്ചൊക്കെ വളരെ ബോധവാനാണ്. നമ്മളെങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഒരാൾക്കും ചെയ്യാൻ പറ്റൂല, നമ്മളെ നോക്കിയാൽ വരെ അത് പോക്സോ കേസിൽ ഉൾപ്പെടുത്തിയാണ്ട് സാറിന് നമുക്ക് അകത്താക്കാം എന്നുള്ളൊരു സാധനം വന്നു. അപ്പോൾ അതിന് ഇന്ന് ഹൈക്കോടതി വന്നൊരു സാധനം ചെറുതായിട്ട് വായിച്ചു കേട്ടോ. ചെറു ചൂരൽ കയ്യിൽ കരുതട്ടെ എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള പോയിന്റാണ്, അച്ചടക്കം ഉറപ്പാക്കാൻ ചെറു ചൂരൽ കയ്യിൽ കരുതട്ടെ എന്ന് ഹൈക്കോടതി. ഇന്നത്തെ യുവതലമുറയുടെ സ്ഥിതി ഭയപ്പെടുത്തുന്നതാണ്. ഹൈക്കോടതി പറഞ്ഞാണ്, വീണ്ടും അധ്യാപകർക്കെതിരായ പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തണം. ആദ്യം തന്നെ പോയി FIR ഇട്ട് അയാളെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോയി തള്ളണ പരിപാടി ഇനി വേണ്ടെന്ന് പറഞ്ഞത്. ഇതൊരു പരാമർശമാണ്, ഇതൊരു നിയമമായിട്ട് വരണമെന്നാണ് ഇപ്പോൾ നമ്മളൊരു അഭിപ്രായം. എന്തുകൊണ്ട് അല്ലേ, ഇതിപ്പോൾ ഒരു അധ്യാപകന് ഒരു കുട്ടിയെ ഉപദേശിക്കാൻ പോലുള്ള അവകാശമല്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്ട് ഒരു കുട്ടീൻ്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറയാനുള്ള ഒരു അവകാശമല്ല. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമേ കേസെടുക്കാവൂ എന്ന് ആര് പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് അവരെ അവകാശങ്ങളും ഇതൊക്കെ ബാലാവകാശ കമ്മീഷൻ്റെ അല്ലേ, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒക്കെ എല്ലാ നിയമങ്ങളും ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ബോധമാണ്. പ്രത്യേകിച്ച് അവരെ ബാധിക്കുന്ന അവർ അത് പഠിച്ചെടുത്തിട്ടുണ്ട്, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ള കൃത്യമായ ബോധ്യം കുട്ടികൾക്കുണ്ട്. അപ്പോൾ അവർ അത് ആ രീതിയിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയും, സാറേ വിളിക്കും, നമ്മൾ ഇന്നെ ഇതാക്കാൻ നിൽക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾ പറഞ്ഞിട്ട് കുട്ടികൾ പറയുന്ന ഒരു കാലത്തിലേക്ക് പ്രിൻസിപ്പളെ ഭീഷണിപ്പെടുത്തണം. എനിക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ. പ്രിൻസിപ്പളെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്തും അധ്യാപകരോട് റോങ് ആവുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് അങ്ങനെ കാണേണ്ട ആവശ്യമാണ്. കുട്ടിയെ പറഞ്ഞ തന്നെ ഉദ്ദേശിച്ചു എന്നുള്ളതൊക്കെ പിന്നത്തെ ചർച്ചയാണ്. പക്ഷെ ആ കുട്ടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും, ആ വീഡിയോ കേരളം നായ സെർച്ച് ചെയ്യുന്നു, ആ കുട്ടിയുടെ ഇതാണ് നശിപ്പിച്ചത്. അവന് അതിലൊരു കുറ്റബോധമെങ്കിലും ഉണ്ടായാൽ മതി നമുക്ക്. ഇത് കുറ്റബോധമല്ല സൃഷ്ടിക്കാന്ന് എൻ്റെ ഒരു. പക്ഷെ അതിൽ വേറൊരു തലമുണ്ട്. പണ്ട് അങ്ങനെ പറയുമ്പോഴും അങ്ങനത്തെ കേസുകൾ നമ്മൾ കാണുന്നില്ല. ഇന്നൊന്ന് പറഞ്ഞ ഇന്ന് അതെ, അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ പുതിയ കാലത്ത് ഈ പ്രശ്നങ്ങൾ കൂടുതലില്ല. അധ്യാപകന്റെ ഒരു തകരാറുണ്ട് അതില്. അധ്യാപകൻ വീഡിയോ എടുക്കല,
അതേപോലെ അവരടുത്ത് അദ്ദേഹം വീഡിയോ എടുത്ത് പുറത്തുവിട്ട് സ്റ്റാഫ് റൂമിൽ ആരാണ് അധ്യാപകനാണോ നമുക്ക് അധ്യാപകനാണ് ആ കുട്ടിയുടെ പോകുന്നതാണ് വീഡിയോ എടുക്കുന്നത്. കുട്ടി ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു കുട്ടി പറഞ്ഞു സോഷ്യൽ മീഡിയ ഉണ്ടോ അതിൻ്റെ ഇല്ല എന്നുള്ളതിനേക്കാളും ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിര സംഭവമായി മാറല്ലേ. എത്ര സ്കൂളുണ്ട് കേരളത്തില്, അതിൽ ആകെ ഒന്നല്ല ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞ ചില ഇൻസിഡന്റ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ നമ്മളങ്ങനെ ഒരു ഇത് കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം വടിയെടുത്തൊന്നും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ ഇന്നേവരെ വടി എടുത്തിട്ടില്ലല്ലോ, അങ്ങനെയുണ്ട്. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ശിക്ഷയുടെ ആവശ്യമുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ളത് പോലെ കൊടുക്കാം. പക്ഷെ അതൊരു മെത്തേഡല്ലല്ലോ, അത് നമ്മൾ സ്വീകരിക്കേണ്ട. പിതാക്കള് പിന്നെ എൻ്റെ ഒപ്പം ഇതുവരെ വല്ല അടിക്കണ ആളൊന്നുമില്ല. അപ്പൊ ഉപ്പ നോക്കിയാൽ തന്നെ നമുക്ക് പേടിയാവും. ഇതാണ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനം. ഇതേപോലെയാണ് എനിക്ക് ചെറുപ്പത്തിൽ എന്റെ ജീവിതത്തിൽ ഒറ്റതാണ് ഉപ്പാൻ്റെ അടുത്ത് നടിയിട്ടുള്ളൂ. ചെറുപ്പത്തിൽ കിട്ടിയ അടിയാണ്. ആ അടിന്റെ പേടിയൊന്നും എനിക്കുണ്ട്, അതിന് ശേഷം കിട്ടിയില്ല. അതായത് ആ ഒരു പേടിയിലാണ് നമ്മൾ പല കാര്യങ്ങളൊന്നും ഇങ്ങനെ വേണ്ട എന്നുള്ള ഇതിൽ ഇങ്ങനെ എന്നും അടി കൊള്ളുന്ന കുട്ടികളാണ് പൊതുവെ എല്ലാ ഇതിലും ഉണ്ടാവുക. ആ അടിയോടൊരു വില ഇല്ലാതായി. ഈ തീരെ അടിക്കാത്ത വാപ്പാര് എപ്പോഴേക്കും ഒരു അടി കൊടുത്താലേ മക്കൾക്ക് നല്ല വേദനിക്കും. അത് ഇപ്പം എന്തോ കാര്യത്തിൽ കാരണം എന്നും അടിക്കണ വാപ്പയെന്നുണ്ടെങ്കിൽ കുട്ടിയൊക്കെ എന്തില്ല, എന്നും അടിക്കുന്ന ടീച്ചറാണെന്നുണ്ടെങ്കിൽ കുട്ടിയൊക്കെ എന്തായി വിലയില്ലാതായി. ആ അടിക്ക് ടീച്ചറാ കുട്ടികൾ സ്റ്റേജ് കഴിഞ്ഞ് വന്ന ആളുകളാണല്ലോ, എന്നും ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് എന്ത് ചെയ്യാണ് സീരിയസ് ആയിട്ട് പറയണം. ഭയങ്കര നമുക്കൊരു സങ്കടമാണ് അല്ലെ, സാറിന്റെ തല്ലല്ലോ അല്ലെ, അപ്പൊ ഇനി ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു സാധനം. പിന്നെ ഇതിന്റെ വേറൊരു സാധനം എന്താ വെച്ചാല് ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് എന്തോ ദൈവമൊന്നുമല്ല. നമ്മളിപ്പോ എല്ലാ പ്രൊഫഷനിലും ഉള്ളത് പോലെ ടീച്ചേഴ്സിലും മോശം ആളുകളുണ്ട്, അതുണ്ട്. എല്ലാ ഫീൽഡിലും മോശം ആളുകളുണ്ട്, മോശം ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾ എക്സ്പോസ് ചെയ്യപ്പെടണം, അങ്ങനത്തെ ആളുകൾ കൈകാര്യം ചെയ്യപ്പെടണം. അതൊക്കെ വേണം, അതിലൊന്നും തടസ്സമല്ല കേട്ടോ. ഏത് ഫീൽഡ് ആയിക്കോട്ടെ അല്ലെ, അതിലൊക്കെ മോശപ്പെട്ട ആളുകളുണ്ട്. അതേപോലെ ടീച്ചേഴ്സിലുണ്ട്. അപ്പൊ ചിലപ്പോ ചില പ്രൊഫഷനിൽ അങ്ങനെ സംഭവിച്ചു ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതെ അതെ, അങ്ങനത്തെ ആളുകളെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അല്ലെ അവരാ പണിക്ക് പറ്റൂല. അപ്പൊ അതിന് നമ്മൾ നേരിടും വേണം, നിയമം കൊണ്ടോ എന്തുകൊണ്ടോ നേരിടൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് തീർച്ചയായിട്ടും അവരെ കഴിവ് വികസിപ്പിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് കൂടുതൽ ഉണ്ടാകട്ടെ. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു പോരായ്മകളൊക്കെ പരിഹരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ്. അപ്പോൾ വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ ഇതിലിപ്പോൾ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്യുന്നത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ പലരും നമ്മുടെ ജീവിതത്തിൽ തന്നെ പല വഴിത്തിരിവും പലപ്പോഴും നമ്മളൊരു ഇപ്പോഴത്തെ ഒരു മുന്നോട്ട് പോക്കിനൊക്കെ കാരണങ്ങൾ പല ടീച്ചേഴ്സാണ് ഉപദേശം. ഞാനൊരു അധ്യാപകനാവാൻ കാരണം എൻ്റെ ഒരു ടീച്ചറാണ്, അനിൽകുമാർ മാഷ് പറയുന്ന എൻ്റെ ഒരു മാഷുണ്ട്. ആ മാഷ് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സാറാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ, അപ്പോൾ അത് ആ ക്ലാസ്സിൻ്റെ ഒരു സ്റ്റൈല് രീതിയൊക്കെ ഒന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കണത്, അദ്ദേഹം ക്ലാസ്സിൽ വരുന്നതും ഇതാക്കണതും. അപ്പോൾ ഇടയ്ക്ക് നല്ല അടിയും കിട്ടും. പക്ഷെ ആ അടി എനിക്കതൊരു സ്നേഹത്തിൻ്റെ അടിയായിട്ട് കിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എന്താണ് ഇന്ന് സാറിനടുത്ത് അടിയിട്ടില്ല, നാളെ വരുമ്പോൾ ഇനി അടി വാങ്ങാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അധ്യാപകൻ, എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തൊരു അധ്യാപകനാണ് മാഷ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ലാറ്റിൻ വേർഡ് എന്നാണ് അതിൻ്റെ റൂട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം തന്നെ ടു ബ്രിങ് ഔട്ട് എന്നാണ്, അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുട്ടികളുടെ സ്കില്ലും കഴിവും അതൊക്കെ ഗൈഡ് ചെയ്യാൻ ടീച്ചേഴ്സിന് ശരിക്കും പറ്റണം, അതാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോരായ്മകളുണ്ട്, അതിൻ്റെ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ പോരായ്മകൾ നികത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളുടെ ഉള്ളിലെ സ്കില്ലുകളെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, ടാലൻറ്റ് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളത്. ഒരു ഗൈഡ് മാത്രം എന്നോട് ആരോടുള്ള പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിക്കാനുപരി അവരുള്ളിലുള്ള ഒരു ഇൻബോൺ സ്കില്ലുകളുണ്ട് അല്ലെങ്കിൽ ടാലൻറ്റുകളുണ്ട്, അതിനെ പുറത്ത് കൊണ്ടുവരാൻ അവരെ ഹെൽപ്പ് ചെയ്യുക, അതിനവരെ നർച്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഓർമ്മയിലുള്ള ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ അവർ പഠിപ്പിച്ചോ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അതൊക്കെ എൻ്റെ ഇതിൽ തന്നെ മറന്നു വയ്ക്കണം. അവരെ ലെക്ചർ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, അപൂർവം ചിലതൊക്കെ ഓർമ്മയുള്ളൂ. പക്ഷെ അവരിൽ ആരെങ്കിലും നമ്മളിലൊരു ഗുണം ചൂണ്ടിയിട്ട് ഇതിനി ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഇത് ചെയ്യരുത് ഇനി ഇതല്ല എന്നൊക്കെ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അവരെ ഗൈഡൻസ് നന്നായി. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ അടുത്തേക്ക് ഒരു 2 ആഴ്ച മുന്നേ കുറച്ച് കുട്ടികൾ, 1 month മുമ്പ് കുറച്ച് കുട്ടികൾ വന്നു. അവരെന്നോട് വന്നിട്ട് ഇങ്ങനെ അവർക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ബിസിനസ് പ്ലാൻ ഉണ്ട്, ഈ ബിസിനസ് പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് വന്നതാണ്. ഇവരെൻ്റെ ഓൾഡ് സ്റ്റുഡൻസാണ്. ഞാൻ വൈസിലെ ടീച്ചറായിരുന്നു ഒരു കാലത്ത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ കൂടെയാണ് എൻ്റെ സ്റ്റുഡൻസാണ്. അപ്പോൾ അന്ന് അവർ ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ ഒരു കോളേജ് കഴിയാനായി. അവർ വന്ന് അവർക്ക് ഒരു പുതിയൊരു വെഞ്ചറിൻ്റെ പ്ലാനുണ്ട്. അവർ ആ വെഞ്ചറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അവർക്ക് ഗൈഡൻസ് വേണമെന്ന് പറഞ്ഞു. അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആളുകൾ നമ്പർ കൊടുത്തു. അങ്ങനെ സംസാരം വന്നപ്പോൾ അവരവരുടെ വയസ്സിലെ കാലഘട്ടം അവരാക്കി മാറ്റിയത് വയസ്സാണെന്ന് പറയുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള ഒരു ദീനിലൊരു മുസ്ലിമിനെ,
ഒരു മനുഷ്യനെ, ഒരു ഓൺട്രപ്രണറിനെ അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പം വന്ന ആൾ പറയുന്നുണ്ട്, അവന് പണ്ട് മുതലേ ഇങ്ങനെ ഒരു കഴിവും ഇല്ലയെന്ന് വിചാരിച്ചൊരു കുട്ടിയാണ്. 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കഴിവുമില്ല അവന്. ആ കഴിവൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു കഴിവ് കെട്ടവനാണ് എന്ന് സ്വന്തം വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇവന് ആ വയസ്സിൽ വന്ന സമയത്ത് ഹോസ്റ്റലാണല്ലോ. അപ്പോൾ ഹോസ്റ്റലിലുള്ള പല കാര്യങ്ങളോട് ഇവർക്ക് ഓരോ വിയോജിപ്പുണ്ടാകും. കുട്ടികളാണ്, അവർക്ക് ഫുഡ് അങ്ങനെ ആയാലും എങ്ങനെ ആയാലും അപ്പോൾ അവനൊക്കെ എഴുതി വെക്കും. എല്ലാം എന്നും ഡയറി എഴുതും. അവനൊരു ശീലമായിരുന്നത്. അങ്ങനെ ഡയറി അങ്ങനെ എഴുതി പല ഡയറികളായിട്ട്. അപ്പോൾ ആ ഡയറി എഴുതിയ സമയത്ത് അവന് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പ്രിൻസിപ്പളിനെതിരെ കുറച്ച് കാര്യങ്ങൾ എഴുതി അവൻ ഡയറിയിൽ. അവൻ്റെ എഴുത്ത്. അപ്പോൾ ആ ഡയറി അവൻ പറയുന്നുണ്ട്, ആ ഡയറി എങ്ങനെയോ ആരൊക്കെ എടുത്ത് വായിച്ചു. ആ വായിച്ച ആളുകൾ ആ സാധനം എത്തി പ്രിൻസിപ്പളിൻ്റെ കയ്യിലെത്തി. അങ്ങനെ പ്രിൻസിപ്പൾ പിറ്റേ ദിവസം എന്നെ വിളിക്കുകയാണ്. ഞാനിത് അറിഞ്ഞു, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. പ്രിൻസിപ്പൾ എന്നെ വിളിക്കുകയാണ്. ഞാൻ പെട്ടു എന്ന് ഉറപ്പിച്ച് ഇങ്ങനെ പോവാണ്. പ്രിൻസിപ്പൾ റൂമിൽ ചെന്നു. പ്രിൻസിപ്പൾ ആ ബുക്ക് എടുത്തിട്ട്, ഇത് നിൻ്റെ എഴുത്താലേ ചോദിച്ചു. ആണ്. 2 പേപ്പർ എടുത്ത് പറഞ്ഞു, നാളെ 2 ഒരു ഷോർട്ട് സ്റ്റോറീസ് എഴുതിയെങ്കിൽ തരണം, എനിക്ക് നല്ല എഴുതാനുള്ള കഴിവുണ്ട് മലയാളത്തിൽ. അത് ഭയങ്കര ഒരു അവൻ പറയുന്നുണ്ട്, എനിക്ക് എഴുതാൻ കഴിവുണ്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞത് ഞാൻ ആർക്ക് എതിരാണ് എഴുതിയത്, ആ പ്രിൻസിപ്പൾ. ഇത് നിനക്ക് നല്ല എഴുതാനുള്ള കഴിവുണ്ട്, നീ എഴുതുക എന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ ഷോർട്ട് സ്റ്റോറീസ് എഴുതുന്നു. ഇപ്പോൾ അവന് മാഗസിന്, അവൻ്റെ കോളേജ് ഫറൂഖ് കോളേജിലെ റൗത്തിലെ മാഗസിന് ഉണ്ടാക്കിയതിൽ അവനാണ് അതിൻ്റെ എഡിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവസ്ഥയിലേക്ക് അവൻ്റെ ഉള്ളിൽ ആ കോൺഫിഡൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അത് ആ ടീച്ചറിനെ പറ്റിയുള്ളത്. അതെനിക്ക് ഭയങ്കര അത് ശരിക്കും ഭയങ്കരമായിട്ടൊരു രോമാഞ്ചം തന്നൊരു ഒരു മൊമെൻ്റാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടികൾ പറഞ്ഞല്ലോ അവരാക്കി മാറ്റിയാണ്. അപ്പൊ അതേപോലെ ഞാനാക്കി മാറ്റി സത്യം പറഞ്ഞ എൻ്റെ കോളേജ് കാലഘട്ടമാണ്. അതായത് ഞാൻ അത്യാവശ്യം സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഞാൻ പറഞ്ഞ ക്യാമ്പസ് പൊളിറ്റിക്സ് എന്നെ ആ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുത്തത്. കോളേജിലെ ടീച്ചർമാര് എന്തെങ്കിലും അങ്ങനെ ക്ലാസ് വളരെ കുറവായിരുന്നു. അതായത് എനിക്ക് സത്യം പറഞ്ഞാല് ഞാന് NSS, ED ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ് ഇങ്ങനെയൊക്കെ ഈ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടില് പഠനം ഞാൻ കരുതിയ ലെവലിലെത്താൻ ആവശ്യത്തിനുള്ള പഠനം സ്വായത്തമാക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ എനിക്ക് സോഷ്യലി കുറച്ച് കണക്റ്റഡ് ആയി നിൽക്കാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇഷ്ടം. എന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ എന്നെ കൊണ്ടാവണ പോലെ അന്നത്തെ പോലെ തന്നെ ഇന്നൊക്കെ ഞാൻ എന്നെ കൊണ്ടാവണ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലെനിക്ക് സത്യം പറഞ്ഞാൽ ഇതേപോലെ ഒരു പ്ലഷർ ഉണ്ട്. ഞാൻ കണ്ടെത്തുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായില്ല. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഈ സംസാരിക്കണ ഞാൻ ചിലപ്പോൾ അടുത്ത നിമിഷം ജീവിച്ചിരിക്കൊണ്ടോ ഇല്ല പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ വരുന്ന ഏതൊരു ദിവസങ്ങളിൽ ഞാൻ മരണപ്പെട്ടാൽ ഞാൻ ഈ ലോകത്തിലെ ഈ ഒരു ചുരുങ്ങിയ ഒരു കാലയളവിനാണ് ഞാൻ ഇവിടെ ജീവിക്കാൻ വരുന്നത്. ഇതിന് ശേഷം വേറൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ ഒരു ലോകത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നാലാവുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരൊന്നും 100% ഒരിക്കലും എന്തല്ല പെർഫെക്റ്റ് അല്ല. ഇഷ്ടംപോലെ തെറ്റുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷേ എന്നാലും അതായത് ഞാൻ ഫസ്റ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകളോട് ഇപ്പോൾ എല്ലാവരും തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മളെല്ലാ ക്വാളിറ്റീസൊക്കെ കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ആ നെഗറ്റീവിൻ്റെ കൂടെ പോകണമെന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. മനസ്സിലായോ? അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യണ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഈ തെറ്റുകളെ മാക്സിമം ഇങ്ങനെ മാറ്റി കൊണ്ടുവന്നില്ലേ. ഇപ്പം ഞാൻ നേരത്തെ പള്ളി കമ്മിറ്റിയിലെ ആളുകളെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പള്ളി കമ്മിറ്റിയിലെ ആളുകളെ കാര്യമൊക്കെ പറഞ്ഞു. അവരൊക്കെ ഇതേപോലെ ചെറുപ്പത്തിലെല്ലാ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത ആളുകൾ ഇന്നിപ്പോൾ അവർ എക്സ്ട്രീം നല്ല ടോപ്പിലെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ആളുകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മാറ്റം വന്നാണ്. അത് മാറാൻ ആർക്കും ഇത്ര വലിയ സമയവും കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാം നന്നാവാത്ത മനുഷ്യരില്ല, നന്നാകില്ലെന്ന് ചിന്തിക്കുന്ന മനുഷ്യരേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളിവിടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഞാൻ ജീവിതത്തിലുണ്ടായ ചെറിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം എനിക്കൊരു മഞ്ഞപ്പിത്തം പിടിച്ചിന്. അതായത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞു ചെയ്തിട്ടില്ല, ഭയങ്കരമായിട്ട് പനിയൊക്കെ ഒന്ന് മഞ്ഞപ്പിത്തം പിടിച്ച്. ഇതേ സമയത്ത് ഞാൻ അറിയുന്ന മഞ്ഞപ്പിത്തം പിടിച്ച വേറൊരാൾ എന്ത് ചെയ്തു, മരണപ്പെട്ടു. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു, മരണപ്പെട്ട്. ചെറുപ്പക്കാരൻ തന്നെ. അതായത് ഇന്നെക്കാളും പ്രായം കുറവാണ്, എനിക്കിപ്പോൾ 27 വയസ്സാണ്. അപ്പോൾ അതിനേക്കാളും പ്രായം കുറവാണ്. അപ്പോൾ അവൻ മരണപ്പെട്ടപ്പോൾ ഞാൻ പേടിച്ചൊരു പേടിയുണ്ട്, ആ മരണം എനിക്കും ഒന്നുകൂടെ ഇതിൻ്റെ കൗണ്ടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവൻ്റെ സ്ഥാനത്ത് ഞാനും വരാലോ. അപ്പോൾ അന്ന് ഞാൻ പേടിച്ചൊരു പേടിയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത്
ഇത്രയും കാലം ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ അറിയില്ല ഞാൻ ചെയ്യണ ചില കാര്യങ്ങളുണ്ടാവും. അത് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നടന്നു പോവുള്ളൂ. ഞാനത് നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ അതങ്ങനെ ബ്ലോക്ക് ആവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ ചെയ്ത് വെച്ചൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് പിന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളൊന്നല്ല, പക്ഷെ ഞാൻ ഒരാളോട് എൻ്റെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് നാളെ ഞാൻ മരണപ്പെട്ടാൽ ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ബ്ലോക്ക് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ന ആളുകളോടൊക്കെ വന്ന് ഇന്ന രൂപത്തിലൊക്കെ അവതരിപ്പിക്കണം, ഇന്ന പോലൊക്കെ വിഷയങ്ങൾ ഉണ്ടെന്നുള്ളത് അവതരിപ്പിക്കണം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, ഒരു സൂചന കൊടുത്തു. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചു. ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. അതായത് മരണം, ഇപ്പോൾ ഈ പറയുന്ന ഞാൻ നാളെ മരണപ്പെട്ടു, അപ്പോൾ ഇന്ന് വരുന്ന എന്തെങ്കിലും കുറ്റം പറയുന്ന ആളുകളുണ്ടെങ്കിൽ നാളെ ഞാൻ നല്ലോണാണ്. അതായത് മരിച്ചെങ്കിൽ മാത്രമേ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ല പറയുള്ളൂ. അതുവരെ ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ പറയും, കൂടുതൽ ആളുകൾ കുറ്റം പറയും. എന്നാൽ ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ മരണപ്പെട്ടാൽ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് വരും. അപ്പോൾ അന്ന് ആളുകൾ ചിലപ്പോൾ ഇതൊക്കെ ഇടും, ഞാൻ ഈ പറയുന്ന ആളുകളൊക്കെ ഇടും. ഇപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ. ഇതിപ്പോൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കാലാകാലം അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ മരണത്തിന് ശേഷം ചിലപ്പോൾ ഇത് എടുത്തിടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം തുടർന്ന് പോകേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ ആരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് വെക്കണത് നല്ലതാണ് എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ജീവിച്ചു എന്നില്ല എന്തെങ്കിലും ഒരു ശേഷിപ്പ് അല്ലെങ്കിൽ കാലാകാലം അല്ലെ ഇപ്പൊ സാമ്പത്തിക ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതിലൊരു അർത്ഥമല്ലേ ഞാനൊരു പോയിന്റ് പറയാം. നമ്മളെ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അതിലപ്പുറം നമ്മൾക്ക് അതിൽ റോളില്ല. നമ്മൾക്ക് റോളില്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ശേഷിപ്പ് എന്ന് പറയുമല്ലോ, നമ്മൾ മീനിങ് ഫുൾ ആയി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പക്ഷെ ചിലപ്പോൾ അത് നമ്മുടെ മരണത്തിന് ശേഷം ആരും മനസ്സിലാക്കണം എന്ന് പോലും ഇല്ല, സംഭവിക്കാം. ചിലപ്പോൾ പിന്നെ നമ്മളൊക്കെ മരണപ്പെട്ട് നമ്മൾ വിചാരിച്ച ഒരു കാലത്തൊന്നും ആവില്ല, ചിലപ്പോൾ വേറെ ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്ത് ചെയ്യുക, അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടാം. ചിലപ്പോൾ ഉപകാരപ്പെടണം എന്ന് പോലും ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളെ കണ്ട സമയത്ത് മറ്റേ കുറെ റിപ്പോർട്ടുകളല്ലേ, ഗാഡ്ഗിൽ റിപ്പോർട്ട്, അതേപോലെ മറ്റേ PT തോമസിന്റെ ഒരു റിപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടല്ലോ അല്ലേ. അതായത് അന്ന് അദ്ദേഹം ആ ഒരു പ്രകൃതിക്ക് വേണ്ടി പറഞ്ഞ കാര്യമൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ലേ. നമ്മളൊരു ഇന്റൻഷൻ, പിന്നെ ഇത് മീനിങ് ഫുൾ ആണോ നമ്മൾ ചോദിക്കുക, അതിന് ഉത്തരം കിട്ടിയാൽ അതാണെങ്കിൽ നമ്മളത് പ്രവർത്തിക്കുക. ചിലപ്പോൾ ആളുകൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരാനുള്ളത് ഇമാം മാലിക്കിനൊരു സംഭവമുണ്ട്. ഇമാം മാലിക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം ഹദീസ് സമാഹാരത്തിൽ മുവത്ത എന്ന് പറഞ്ഞ ആദ്യ ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ട് പരിഗണിക്കാവുന്ന ഗ്രന്ഥം രചിച്ച ആളാണ്. അദ്ദേഹം ഇത് രചിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഇത് വേറെ ആളുകൾ രചിക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളിത് എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള മട്ടിലാണ് ചോദ്യം. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അതായത് ദൈവത്തിന് വേണ്ടി ചെയ്തതൊക്കെ ബാക്കിയാവും. ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു മറുപടി. അദ്ദേഹത്തിന് ഇൻറ്റൻഷൻ അതായിരുന്നു, ഇത് ഉപകാരപ്പെടണം, നിലനിൽക്കണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്നും നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇന്നും ഓർക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അപ്പോൾ ഇൻറ്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ പ്രവാചകൻ മക്കയിൽ നിൽക്കും, പ്രവാചകൻ ആൺകുട്ടികളില്ല. പൊതുവേ ലെഗസി നിലനിൽക്കൽ ആരിലൂടെയാണ്? ആൺകുട്ടികളിലൂടെയാണ്. അപ്പോൾ മക്കയിലുള്ള മുശ്രിക്കുകൾ, ശത്രുക്കൾ പറഞ്ഞ എന്താ വെച്ചാൽ ആൺകുട്ടികളില്ല, അബ്തറാണ് മുഹമ്മദ് അബ്തർ എന്ന് പറഞ്ഞാൽ വാലറ്റവനാണ്, ആൺകുട്ടികളില്ല, എൻ്റെ പ്രശസ്തി നിലനിൽക്കാൻ പോകുന്നില്ല, എൻ്റെ ലെഗസി ആരും ഓർക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ 1500 വർഷങ്ങൾ ഇപ്പോൾ ആരെ ലെഗസിയാണ് നമ്മൾ ഓർക്കുന്നത്? ആ ശത്രുക്കളെ നമ്മൾ ഓർക്കുന്നില്ല. ഇവിടെ 5 നേരം നമ്മൾ ഈ പേര് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഫെയിം ആവട്ടെ, നമ്മളെ വർക്കിൻ്റെ ഒരു എഫക്റ്റ് ആവട്ടെ, അതൊക്കെ നമ്മളെ കയ്യിലല്ല എന്നാണ് ഞാൻ അൾട്ടിമേറ്റ്ലി വിശ്വസിക്കുന്നത്. നമ്മളെ ഇൻറ്റൻഷനും പർപ്പസും നമ്മൾ കൃത്യമാക്കുക, അത് മീനിങ് ഫുൾ ആണോ നമ്മൾ ചെയ്യണമെന്ന് ചോദിക്കുക, അതിന് യെസ് എന്ന് ഉത്തരം കിട്ടിയാൽ ഓക്കെ അത് ചെയ്യുക, അത് റിസൾട്ട് കിട്ടും. പിന്നെ അതുണ്ടാവണം. 1 million സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇതേ ഇൻറ്റൻഷനാണ് എനിക്കുള്ളത്. എൻ്റെ ബോസിനെ ഞാൻ കണ്ടിട്ട് ഞങ്ങളോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ചിലപ്പം ഈ സമയത്തൊന്നുമല്ല ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. നമുക്കെന്താ വെച്ചാൽ വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ടുള്ള എല്ലാ മേഖലയിലുള്ള ഹബീബന്മാരുണ്ടാവണം, അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ള ആ ലെവലുള്ള ആൾക്കാരുണ്ടാവണം. ബിസിനസ്സിലൊന്നും ഇപ്പോൾ ആരുമില്ല. അപ്പം ലോകത്ത് കൊടുക്കുകയാണെങ്കിൽ ഇലോൺ മസ്ക്, ജെഫ് ബെസോസിനെ പോലത്തെ ആൾക്കാരൊന്നും വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹം ചിലപ്പോൾ നമ്മൾ മരണപ്പെട്ടിട്ടൊന്നും 1 million ഇയേഴ്സിന് ശരിക്കും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു ആഗ്രഹം നമ്മളിവിടെ ഉണ്ടാക്കിയെന്നാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് ശരിക്കും ഉണ്ടാവുക. അപ്പം 1 million ഒരു ഉദ്ദേശം തന്നെ അതാണെന്ന് പറയാം.
മരണം എനിക്ക് ഈ ടോപ്പിക് മരണം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ആളുകൾ ഇങ്ങനെ നമ്മളാരും ചിന്തിക്കൂല. ചിന്തിക്കൂല. ഇപ്പൊ എനിക്ക് മരണം വരുമ്പോ എനിക്ക് എപ്പോഴും മതപരമായിട്ടാണ് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രവാചകന്റെ അടുക്കിലേക്ക് കുറച്ച് സ്വഹാബാക്കൾ വരുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ അലാഖ് മുത്തഖാസ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ ഖുർആൻ എന്നൊരു ആയത്ത് പാരായണം ചെയ്യാം. എന്നിട്ട് പ്രവാചകൻ ചിരിച്ചിട്ട് പറയുന്ന സാധനമുണ്ട്, ഈ മനുഷ്യന്മാർ പറയും മാലി 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 എൻ്റെ സ്വത്ത്. അപ്പം നമ്മൾ ബിൽഡ് ചെയ്യുന്ന എന്തും നമ്മൾ എൻ്റേത് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. കാരണം ആദമിൻ്റെ സന്തതിക്ക് മനുഷ്യപുത്രന് ഒന്നും സ്വന്തമായി പറയാനില്ല. അവൻ്റെ സ്വത്ത് അല്ല, അവന് ഒരു വസ്ത്രം ഉപയോഗിച്ചു, എന്നിട്ട് ഉപയോഗിച്ച് നുരുമ്പിപ്പോയി എങ്കിൽ അത് അവൻ്റേതെന്ന് പറയാം. ഭക്ഷണം കഴിച്ചു വിസർജിച്ചു പോയി അത് അവൻ്റേതെന്ന് പറയാം. ഒരു മനുഷ്യന് ദാനധർമ്മം നൽകി അത് അവൻ്റേതെന്ന് പറയാം. അല്ലാത്തൊന്നും നിൻ്റേതല്ല. ഇപ്പോൾ ഈ വസ്ത്രം പോലെ ഞാൻ ഇപ്പോൾ മരിച്ചു, അത് വേറൊരാളുതാവും. ഈ ഫോം വേറൊരാളുതാവും. നമ്മളെ വീട് വേറെ, സ്വത്ത് വേറൊരാളുതാവും. അപ്പം നൈമിഷികത നന്നായി ബോധ്യപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ് മരണം. അത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ അത് നമ്മൾ ചേർത്ത് വെക്കുക തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ശേഷിപ്പ് എന്ന് പറയുമ്പോൾ പലരും അത് വേറൊരു രൂപത്തിലാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ ഇൻറ്റൻഷനും അത് മീനിങ് ഫുൾ ആണോ എന്നുള്ള ചോദ്യം മാത്രം നമ്മൾ ചോദിക്കുക, ചെയ്യുക. ചിലപ്പോൾ മരണത്തിന് ശേഷം ഈ 100 വർഷത്തിന് ശേഷം ആരാണ് നമ്മൾ ഓർക്കാൻ പോകുന്നത്? അല്ല, ഞാൻ അങ്ങനെ പറയല്ല. ഈ യൂട്യൂബ് എനിക്കൊന്നുമില്ല, അത് അത്ര കാലം സർവൈവ് ചെയ്യാം. പറയാൻ പറ്റില്ല. ഞാൻ അത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിത് മീനിങ് ഫുൾ ആണെന്ന് മനസ്സിലാക്കുന്നു, ഇത് ഉപകാരപ്പെടുന്ന മനസ്സിലാക്കും, നമ്മളിത് ചെയ്യുന്നു. 100 വർഷം നമ്മളാരാ? അങ്ങനെ ചോദ്യം ഇല്ലേ? ഓർമ്മയിൽ പോലും ഒരു നിർബന്ധമില്ല. റിസൾട്ട് അത് ദൈവാനുഗ്രഹമാണെന്ന് ഇത് പറയുമ്പോൾ സനാബാമക്കി തങ്ങളുടെ ചരിത്രേ പുള്ളി ഒറ്റക്കാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ. മൂപ്പര് ഒറ്റക്ക് ഉണ്ടാകുന്ന സമയത്ത് മൂപ്പര് കണ്ട സ്വപ്നമാണ് നാളെ പരലോകത്ത് നമ്മളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അള്ള കാണിച്ചു കൊടുക്കില്ല, ഇത് മൊത്തം നിന്റെ പിന്നാലെ വന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു മാസനെ കാണുമ്പോൾ ശരിക്കും മൂപ്പര് അന്തം വിടുമല്ലോ. മൂപ്പര് ശരിക്കും അമ്പരപ്പ് ഉണ്ടാവല്ലോ. ഇന്റൻഷൻ അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.